നമ്മൾ ചുരം കയറി കുറച്ച് മുകളിലോട്ട് കയറി വന്നായിരുന്നു. അപ്പം കയറി വന്നിട്ട് ഒരു 500 മീറ്റർ കഴിയുമ്പോൾ നേരത്ത് നമുക്ക് എന്താ പറയുക ഒരു 2 മയിൽക്കുറ്റി കാണാം. ഇത് 1839 സ്ഥാപിച്ച കുറ്റിയാണ്. അതിൻ്റെ ഒരു ഇയർ ഓഫ് ഇത് അവിടെ വരച്ചിട്ടുണ്ട്, എത്രാമത്തെ വർഷത്തിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ 2026 നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 187 വർഷമായി ഈ ഒരു മയിൽക്കുറ്റി സ്ഥാപിച്ചിട്ട്. ഇതിൽ പല കാര്യങ്ങളും എനിക്ക് അത്രയ്ക്കും അറിയത്തില്ല, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഹെഡ് ഓഫ് ദി ഗാട്ട് എന്നാണുള്ളത്. 1800-കളിലൊക്കെ ഈ ഒരു ഭാഗത്ത് ഷിമോഗയിൽ നിന്നും താഴോട്ട് പോർട്ട് ഏരിയ ആയിട്ടുള്ള ഉടുപ്പി ആ ഒരു ഭാഗത്തോട്ട് ട്രേഡും സംഭവങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഈ ഒരു വഴി ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് കാൽനട യാത്രയായിട്ട്, അതായത് തലയുടെ മുകളിൽ ചുമടായിട്ടാണ് സാധനങ്ങളെ താഴോട്ട് എത്തിച്ചുകൊണ്ടായിരുന്നത്. അങ്ങനെ 1830 കാലഘട്ടത്തിലൊക്കെ അപ്പോഴത്തെ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് അധികാരിയാണ് 1837 ഇവിടുത്തെ ഈ ഒരു റോഡ് പണി തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് ഷിമോഗയിലെ ജയിലിലെ പ്രിസണേഴ്സിനെ കൊണ്ടാണ് ഈ ഒരു റോഡ് പണിതിരിക്കുന്നത്. ഏകദേശം 150 പ്രിസണേഴ്സാണ് തുടക്കത്തിലുണ്ടായിരുന്നത്, പിന്നീട് 275 പേരെന്നാണ് കണക്കിലുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ആക്സിഡൻറ്റ് സംഭവങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു. മൺസൂൺ കാലഘട്ടത്തിലൊക്കെ ഈ പണിതിരിക്കുന്ന റോഡൊക്കെ മൊത്തം ഒലിച്ചു പോകുക, അങ്ങനത്തെ പല സംഭവങ്ങളും സംഭവിച്ചായിരുന്നു. ഇതൊക്കെ നടക്കുന്നത് 1830 കാലഘട്ടത്തിലാണെന്നും കൂടെ ആലോചിക്കണം. അത് കഴിഞ്ഞിട്ടാണ് 20 ഫീറ്റ് വീതിക്ക് ഈ ഒരു റോഡ് പണിയാനുള്ള തീരുമാനത്തിൽ വന്നത്. ഏകദേശം അപ്പത്തെ റേറ്റാണ് പറയുന്നത് 10,000 രൂപയാണ്. ഇന്ത്യൻ റുപ്പി 10,000 റുപ്പീസിലാണ് ഈ റോഡിൻ്റെ പണിക്ക് മൊത്തം ചിലവായ കാശ് എന്ന് പറയുന്നത്. ഏകദേശം 1 മൈലിക്ക് 2,000 രൂപ വെച്ചാണ്. ആ ഒരു സമയത്ത് ദൂരം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നത് മൈൽ എന്ന രീതിയിലാണ്. 1 മൈൽ എന്ന് പറയുന്നത് ഏകദേശം 1.6 കിലോമീറ്ററാണ് വരുന്നതെന്ന് തോന്നും. അങ്ങനെയാണ് ആ ഒരു മയിൽക്കുറ്റിയിൽ ഏകദേശം ഈ ഒരു ഘാട്ടിൽ നിന്നും ഷിമോഗയിലേക്ക് 55 മൈലാണ് ഉള്ളത്. ഈ ഒരു ചുരത്തിൻ്റെ പണി ഏകദേശം ഫിനിഷ് ചെയ്ത ആ ഒരു സമയത്താണ് ആ കാണുന്ന മയിൽക്കുറ്റി അവിടെ സ്ഥാപിച്ചത്. 1837 കാലഘട്ടത്തിൽ സ്ഥാപിച്ച മയിൽക്കുറ്റിയാണ് ഇപ്പോഴും അവിടെ സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഭാഗത്തൊക്കെ മൊത്തം പാറ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു. 1800 കാലഘട്ടത്തിലൊക്കെ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും എത്താത്തൊരു സമയമാണ്. പാറക്കല്ല് പോലെ നിൽക്കുന്ന ഈ ഒരു മലയും കുത്തനെ നിൽക്കുന്ന ഈ ഒരു ഹൈറ്റൊക്കെ മൊത്തത്തിൽ റോഡ് പണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചുറ്റിക അങ്ങനത്തെ പല സംഭവങ്ങളൊക്കെ ഹാമർ പോലെയുള്ള ഷാർപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വീതിയും അത്രത്തോളം കുറവാണ്. നമുക്ക് ചില സ്ഥലത്തൊക്കെ നോക്കാൻ നേരത്ത് കഷ്ടിച്ച് ഓരോരോ വണ്ടികൾക്ക് കയറി പോകാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഈ ഒരു ഭാഗത്ത് മിനി ബസ്സസ് മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. അല്ലേ, മുട്ടിയില്ല എന്ന് പറഞ്ഞു. ഓ, ഇവിടെ ഒന്നും കാണത്തില്ല. എടാ, നീ ഇവിടെ ജോലിക്ക് ചെയ്യുന്നു വന്നാ പിന്നെ തട്ടിയില്ല, കേറുന്നില്ല. അത്യാവശ്യം നല്ല കയറ്റം അവിടെ, ഒരു എഡ്ജ് പോയിന്റ് അല്ലേ. ചുരം എന്ന് പറയുന്നത് ഇതാടാ, ഇങ്ങനെ ഉണ്ടാണോ? കണ്ട പേടിയാവണം. ഇവിടെ നിൽക്കാൻ നേരത്ത് സ്കൈയുടെ ഒരു തെളിച്ചം കണ്ടില്ലേ, ഒരുപാട് ഹൈറ്റിൽ വന്ന പോലെ. പക്ഷെ നമ്മൾ അധികം ഒന്നും ഹൈറ്റിൽ വന്നിട്ടില്ല. വണ്ടികൾ വരുന്ന ഇവിടെ നിന്ന് കാണാമല്ലേ. കൊള്ളാലോ. അവിടെ പോയി നിന്നാലേ ഒടിഞ്ഞ് താഴെ വീഴുമെന്നൊരു സംശയം ഇല്ലാണ്ടില്ല. എടാ, എന്തോ ഒരു ഫ്രെയിം, അടിപൊളി. 5 രൂപ കൊടുത്തില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ. നമ്മളങ്ങനെ ആകുമ്പിലോട്ട് കയറി വന്നപ്പോൾ തന്നെ നമുക്ക് റോഡ് സൈഡിൽ ഒരു അത്യാവശ്യം വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കണ്ടു. പക്ഷേ ഇവിടെ ചിറാപ്പുഞ്ചി ഓഫ് എന്താ പറയുക സൗത്ത് ഇന്ത്യ എന്ന് പറയാനൊന്നും സാധിക്കത്തില്ല. ഇപ്പം മഴയില്ല, ഇവിടെ മൂടി നിൽപ്പുണ്ട്, പക്ഷേ പെയ്യാത്ത മഴയാണ്. ഇവിടെ അടിപൊളി ഫ്രെയിം ആട്ടോ, അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ട്. പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. നമുക്കിപ്പം ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കും മീനൊക്കെ ഓടിക്കളിച്ച് കിടക്കുന്നത്. അങ്ങോട്ട് ക്യാമറമാൻ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ ഫുള്ള് സ്പ്രെഡായി കിടപ്പുണ്ട്. കാടിൻ്റെ ഉള്ളിക്കറയാന്ന് തോന്നുന്നു വെള്ളമൊക്കെ ഇതിലോട്ട് വരുന്നത്. ചെറിയ രീതിയിൽ ശബ്ദം കേൾക്കാം നമുക്ക്, വെള്ളം ഒലിച്ച് വരുന്ന ഇത്. അപ്പം പശ്ചിമഘട്ടത്തിലെ എന്താ പറയുക എവർഗ്രീൻ ഫോറസ്റ്റാണ്, റെയിൻ ഫോറസ്റ്റാണ് ഈ ആകുമ്പയിലെ ഈ ഭാഗമൊക്കെ. അപ്പോൾ തിക്ക് ഫോറസ്റ്റാണ്, അതായത് റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. നല്ല അടിപൊളി വൈബാണ്. ഇങ്ങോട്ട് അധികം ആൾക്കാരൊന്നുമില്ല. നമ്മളിപ്പോൾ ഇങ്ങോട്ട് നിന്നപ്പോഴാണ് കുറച്ച് പേരെങ്കിലും ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പോയേക്കാം അല്ലേ.
കാരണം മഴ വരുന്നേക്കാളും മുമ്പ് നമുക്ക് അടുത്ത ചുരം തിരിച്ചിറങ്ങാനുള്ളതാണ്. ഒരുപാട് ദൂരം പോകാനുണ്ട്, ഫോറസ്റ്റിലൂടെയാണ് ഇനി പോകാനുള്ളത്. കുടംപുളിയാടാ അല്ലേ ഈ വെറുതെ കിടക്കുന്ന കുടംപുളി? ആർക്കും വേണ്ട. ഇത് ഉണക്കിയിട്ടല്ലേ ഇതാക്കുന്നത്? ഇത് കായാണ് എടുക്കുന്നത്, പഴുത്തതാണോ? പഴമല്ലേ ഇത്? കായ ഇതല്ലേ പഴം? ആ കുക്കും. ഓക്കെ. ഇത് താഴെ വീണത് എടുക്കാവോ? രണ്ടെണ്ണം വെച്ചേക്കാം, വീട്ടിലോട്ട് കൊണ്ടുപോകാം. ഇത് ചീഞ്ഞാ ഉള്ളി കിടക്കട്ടെ, എന്തായാലും വന്നല്ലേ, പറക്കിക്കോ. ഇവരൊന്നും പറക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ നോക്കിക്ക്, ഈ മരം മൊത്തം അതാടാ, കണ്ടോ? ചായയൊക്കെ കുടിച്ച് മുന്നോട്ട് വന്നപ്പം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ തേയിലത്തോട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കോഫിത്തോട്ടമാണ് കൂടുതലുള്ളത്, പക്ഷേ ഇപ്പറേ ഈ ഭാഗത്തൊക്കെ തേയിലത്തോട്ടം. ഇവിടെ കനഡയിൽ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ തണുപ്പ് കൂടിയതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ട് ഹലോ, എങ്ങോട്ടാണ് യാത്ര? ഹൊർനാടാണോ? ആകുമ്പേ പോകുന്നില്ലേ? ഓക്കെ. ഞാൻ ഈ കൊടകിൻ്റെ ലാസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിലാകുമ്പേ എന്ന് പറയുന്നത് കേട്ടു. ഓക്കെ. എൻ്റെ ഉജ്ജര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. അതെ. ഓക്കെ, സന്തോഷം. അപ്പോൾ ദേവിക എന്ന് പറഞ്ഞാൽ പൊന്നും പിന്നെ മുത്തും, അവർ രണ്ടുപേരും ഹൈലക്സിലാണുള്ളത്. നമ്മുടെ മെയിൻ ക്യാരവാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നിർത്താൻ സ്ഥലം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ സെറ്റായിരിക്കും കേട്ടോ ക്ലൈമറ്റ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഒഴുകി വരുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ മൊത്തത്തിൽ കോടമഞ്ഞിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് കേട്ടോ. റൈറ്റ് സൈഡിലോട്ടുള്ള അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു, അത് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇവർ വരുന്നേക്കാളും മുമ്പ് ഞാനത് കുറച്ച് ചെറിയ രീതിയിൽ പകർത്തിയെടുത്തായിരുന്നു. ഹലോ ചേട്ടായി, എങ്ങോട്ട്? ഇല്ല, കയറ്റം കഴിഞ്ഞു, ഇനി കുറച്ചേ ഉള്ളൂ. ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. ഒരു ചെറിയൊരു ടൗൺ കിട്ടും. എങ്ങോട്ടാണ് പോകണ്ടേ ശരിക്കും? ഹൊർനാടിനാ? അവിടെ തിരിയുന്നോടത്തേ 4-5 കിലോമീറ്റർ ഉള്ളൂ, അതിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വാട്ടർഫാൾ കാണാം. റോഡിൻ്റെ അപ്പുറം പോയാൽ. അതെ നോക്കിയിട്ട് വരും. എൻ്റെ ബിനീഷ് എന്ന് പറഞ്ഞിട്ട്. അതെ. ആകുമ്പേക്കല്ലേ പോകുന്നേ? ആകുമ്പേക്ക്. ഓക്കെ. ഇവിടെ നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹൈലക്സ് ഉണ്ടല്ലോ, പോകാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇവിടെ തന്നെ നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, സ്പേസ് ഉണ്ട്. ഓഫ് റോഡല്ല, ഈ വണ്ടി പോകത്തില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാണുള്ളത്. അങ്ങനെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഇവിടുത്തെ കുറച്ച് അടിപൊളി സ്ഥലങ്ങളാണ്, മിസ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ടാ. ഒരു സ്ഥലം ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ കണ്ടിട്ട് വരാം. ഒരു കുന്നിൻ്റെ മുകളിലാണ്, പിന്നെ ആൾമോസ്റ്റ് വണ്ടി അവിടം വരെ പോകും, കുറച്ച് നടക്കാനുള്ളൂ. ഇവിടെ നിന്ന് ഒരു ഡിസ്റ്റൻസ് കാണുന്നില്ല, അത്രേ ഉള്ളൂ, കയറിയാണ്. പിന്നെ ഇങ്ങോട്ട് ഒരുപാട് സ്ഥലമുണ്ട്, ഹൊർനാട് പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട്, പക്ഷെ ക്യാരവാൻ എവിടെയും പോകത്തില്ല. അതെ ചെറിയ വഴിയാണ്. കുറച്ച് വീതിയുണ്ട്, ഇത് നിർത്താൻ പറ്റാവുന്ന രീതിയിൽ. നല്ല രീതിയിൽ തണുപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു റെയിൻ കോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ മുകളിൽ ഒരു കവറും കൂടെ ഇടാനുണ്ടായിരുന്നതാണ്, പക്ഷേ മൊത്തത്തിൽ ആ കോട്ട് എടുക്കാത്തതുകൊണ്ട് ഇത് അത്രയ്ക്കും ഓക്കെ അല്ല. ഈ റെയിൻ കോട്ട് ഇതൊക്കെ വെറുതെ, നമുക്ക് ആ 100 രൂപ കിട്ടുന്ന റെയിൻ കോട്ടാണ് വർത്ത് സത്യം പറഞ്ഞാൽ. ഈ വാട്ടർഫാളിൻ്റെ മുകളിൽ ഒരാൾ കയറിയിട്ട് ഒരു പ്രാവശ്യം വീണാർന്ന്, തെന്നി അടിച്ച്. ഒരാളെന്നല്ല, കുറേ പേര് അങ്ങനെ തെന്നി അടിച്ച് വീണിട്ടുണ്ട്. അതിൽ 2-3 പേര് മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലൊരു വീഡിയോ യൂട്യൂബിലും കണ്ട കിടപ്പുണ്ട്, തെന്നി താഴോട്ട് വരുന്ന ഒരു വീഡിയോ. ഇങ്ങോട്ടൊക്കെ കോടമഞ്ഞ്, അങ്ങോട്ട് താഴോട്ട് അവിടെ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് കയറി വരുന്നിടത്ത് കാര്യമായിട്ടുള്ള കോടമഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തം കോടമഞ്ഞ. റൈറ്റ് സൈഡിലുള്ളൊന്നും വ്യൂ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, മൊത്തം ക്ലോസ്ഡാണ് വ്യൂ ഒക്കെ.
ഇവിടെ എല്ലാ സ്ഥലത്തും ഇതേക്കൂട്ടുള്ള സ്പീഡ് ബ്രേക്കറാണേ. പുത്തേഡ് ഫാമിലി ഒരു വെസ്റ്റേൺ ഗാർഡ്സ് ഒരു ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും ഒരുപാട് സീരീസാണ് ഈ ഒരു ഭാഗത്തോട് ചേർന്ന് തന്നെ ചെയ്യുന്നത്. ഇപ്പം അഗുംബയിൽ നിന്ന് ത്രൂ ചാർമടി ചുരത്തിലൂടെ ഇറങ്ങാൻ നേരത്താണ് ഇവരെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരം കയറി മുകളിലോട്ട് എത്താൻ നേരത്ത് നല്ല തണുപ്പായിരുന്നു. ഒരു കോഫിയൊക്കെ ഓഫർ ചെയ്തായിരുന്നു. പിന്നെ അവരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അവിടെ ഹൈ റേഞ്ചിൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നീർദോശ അങ്ങനത്തെ ഒരുപാട് ഡിഷസ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്, ഫേമസ് സ്പോട്ടാണ്. അവിടെ നിന്ന് ചായ കുടിച്ച് മെല്ലെ ഇറങ്ങി.